ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ടെക് പൊടികളുടെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ നാവിഗേഷൻ ബാർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ, കിടുക്കൻ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നാവിഗേഷൻ ബാർ കസ്റ്റമൈസ് ഇതുപോലെ നല്ല നല്ല ആനിമേഷൻ പോലെയുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഷവോമി, റെഡ്മി അല്ലെങ്കിൽ മീ ഫോൺസിലൊക്കെ ഉള്ള പോലെ നാവിഗേഷൻ ബാറിനായിട്ടൊരു പ്രത്യേകതരം സോഫ്റ്റ്വെയർ ഉള്ള ഫോണുകളാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. ഇല്ലാത്ത ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഷവോമി, റെഡ്മി ഫോൺസ് അല്ലെങ്കിൽ മീ ഫോൺസ് ഉപയോഗിക്കുന്ന യൂസേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് കരുതണ്ട. നിങ്ങളുടെ ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിലും വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഫീച്ചറാണ്. നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഒരു കസ്റ്റമൈസേഷൻ വന്നു ചേരും. അതുകൊണ്ട് നമുക്കധികം സമയം കളയുന്നില്ല, ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചോദിക്കും. അതായത് ഈ ഒരു നാവിഗേഷൻ ബാറുള്ള ഫോണുകളിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ ഫോണിൽ നാവിഗേഷൻ ബാർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഷോ ദിസ് മെസ്സേജ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് നാവിഗേഷൻ ബാറിലെ ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു തീമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു തീമിൽ തന്നെ കുറേ ആനിമേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ആനിമേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ ഇവിടെ ആക്ടിവേറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണും. ആ ബട്ടണിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെനു ബാറിൽ ഈ ഒരു അല്ലെങ്കിൽ നാവിഗേഷൻ ബാറിൽ ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ആനിമേഷൻ പിന്നെ തൊട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സെൻറ്ററിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആനിമേഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഒരു ലെയർ പെർമിഷൻ കൊടുക്കണം. അതായത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ്റെ മുകളിലൂടെ പ്രവർത്തിക്കാനുള്ള ഒരു ലെയർ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആനിമേഷൻ നാവിഗേഷൻ ബാറിൽ പ്രവർത്തിച്ചു തുടങ്ങും. വളരെ എന്താണ് പറയുന്നത്, നമ്മുടെ ഫോണ് വളരെ നല്ലൊരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനകത്തിൽ ഒരുപാട് തീംസിന് അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് തീംസിൽ നിങ്ങൾക്ക് ഏത് തീംസ് വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും. ചില നാവിഗേഷൻ തീമുകൾ പെയ്ഡാണ്. അത് നിങ്ങൾ പ്രോ വേർഷൻ ബൈ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിൽ പോലും ഇതിനകത്തിൽ ഒരുപാട് ഫ്രീ തീമുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ഫ്രീ തീമുകൾ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരു ഫോണിൻ്റെ ഒരു ലുക്ക് ഓവർ തന്നെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ലുക്കേ മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഞെട്ടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളാണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. ബൈ ബൈ.